ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ? എനിക്കങ്ങനെ വലിയ രീതിയിലൊന്നും ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 2-3 ദിവസത്തിന് മുന്നേ നാട്ടിലെത്തി, പിന്നെ പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ തന്നെയായിരുന്നു ആഘോഷം. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു സിനിമയ്ക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഉണ്ണിമുകുന്ദൻ്റെ മാർക്കും ആയിരിക്കുമെന്ന്. ഒരിക്കലുമല്ല. ആ സിനിമയൊക്കെ പോയി കാണാനുള്ള ഒരു മനക്കെട്ടിയൊന്നും എനിക്കില്ല. ഞങ്ങൾ ലാലേട്ടൻ്റെ മൂവി കാണാൻ പോവുകയാണ്. എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. ഞാനൊരു ലാലേട്ടൻ ഫാനാണ്. ഇതുപോലെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും കൂടി വല്ലപ്പോഴും മാത്രമേ ഒരുമിച്ച് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്ത് ഒരു സിനിമയ്ക്ക് പോയാലോ. ആ സിനിമ കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ. എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. പിള്ളേർക്കൊക്കെ എൻ്റർടൈനിങ് ആണെന്നാണ് അറിഞ്ഞത്. അപ്പോൾ ഞാൻ സിനിമ കണ്ടിട്ട് വന്നിട്ട് നിങ്ങളടുത്ത് പറയാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഹായ് പറഞ്ഞേ. ഹായ്. ഹായ്. ആറ്റിങ്ങൽ ഡ്രീംസിലാണ് കേട്ടോ ഞങ്ങൾ സിനിമയ്ക്ക് പോയത്. ആറ്റിങ്ങലുള്ളവർക്കൊക്കെ അറിയാം, തിയേറ്റർ കുറച്ച് ഫേമസ് ആണ്, പണ്ട് മുതലേ ഉള്ള തിയേറ്ററാണ്. 2:30-ക്കുള്ള ഷോയ്ക്കാണ് ഞങ്ങൾ പോയത്. തിരക്കൊക്കെ ഉണ്ടായിരുന്നു, കൂടുതലും ഫാമിലി ആയിരുന്നു. പിള്ളേരൊക്കെ ശരിക്കും ഉണ്ടായിരുന്നു സിനിമ കാണാൻ വേണ്ടിയിട്ട്. ഇത് ഇൻ്റർവെൽ ആയ ടൈമിൽ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തതാണ് കേട്ടോ ഈ ഒരു പരസ്യം. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? ഇഷ്ടപ്പെട്ടോ? നല്ല സിനിമയായിരുന്നു. കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന പടമാണ്. അതെല്ലാം കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുള്ള സിനിമ. അതെ, പറഞ്ഞ അത്ര ബോറൊന്നും ഉണ്ടായിരുന്നില്ല. ഇഷ്ടപ്പെട്ടു. ചേച്ചിയുടെ അഭിപ്രായം എന്താണ് സിനിമയെ പറ്റി? സിനിമ നല്ല സിനിമയാണ്. വിചാരിച്ചിടക്കുള്ള ബോറൊന്നുമല്ല. കുറച്ചുകൂടെ ഒച്ചത്തിൽ പറഞ്ഞു. വിചാരിച്ചിടക്കുള്ള ബോറൊന്നുമില്ല. കണ്ടുകൊണ്ടിരിക്കാൻ കൊള്ളാം. കുഞ്ഞുങ്ങൾക്ക് കാണാൻ പറ്റിയ സിനിമയാണ്. നല്ല സിനിമയാണ്. ഇഷ്ടപ്പെട്ടു. എൻജോയ് ചെയ്തു. നിനക്കാടാ? നിനക്ക് ഇഷ്ടപ്പെട്ടാ സിനിമ? ഇഷ്ടപ്പെട്ടാ സിനിമ? ഇഷ്ടപ്പെട്ടാ? ചേട്ടന്റെ അഭിപ്രായം എന്താണ്? കുഴപ്പമില്ല, ബോറൊന്നും ഉണ്ടായിരുന്നില്ല. എൻജോയ് ചെയ്തോ? ഹലോ, അങ്ങനെ ഞങ്ങൾ സിനിമയൊക്കെ കണ്ടിട്ട് വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ എനിക്ക് സിനിമ ഇഷ്ടമായി. പലർക്കും പല രീതിയാണല്ലോ. എനിക്കിഷ്ടമായി. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗായിരുന്നു, എന്നാലും കണ്ടിരിക്കാൻ പറ്റിയ ഒരു മൂവി തന്നെയായിരുന്നു. ഞാൻ ലാലേട്ടൻ ഫാനാണ്. എന്നിരുന്നാൽ കൂടിയും പുള്ളിയെ ഇത്രയും പുള്ളിയുടെ പടത്തിന് ഒരുപാട് ഡിഗ്രേഡ് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. പക്ഷെ അത്രയും ഒരു പറഞ്ഞതുപോലെ ഒരു ബോറായിട്ട് എനിക്ക് തോന്നിയില്ല. 3D ഫിലിമാണ്. അതിൻ്റെ ആ ഒരു ക്വാളിറ്റി അത് പറയാൻ പറ്റുന്നതിന് അപ്പുറമായിരുന്നു. കാര്യം നമുക്ക് നല്ല എക്സ്പീരിയൻസ് ആണ്. തിയേറ്ററിലിരുന്ന് കാണാൻ നല്ല നല്ല നൈസ് മൂവിയാണ്. എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ പറഞ്ഞത്. കാണാത്തവർ പോയി കാണുക. ഇത്രയൊക്കെ തന്നെയായിരുന്നു. ഞങ്ങൾ ഒരു 4-5 പേര് പോയി. ഞങ്ങൾക്ക് എല്ലാവർക്കും മൂവി ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ പറഞ്ഞ പോലെ ഉള്ളൊരു ബോറും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഹാഫ് ഈ പറഞ്ഞതുപോലെ കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കണ്ടിരിക്കാൻ പറ്റിയ സിനിമയായിരുന്നു. പിള്ളേർക്കും ഇഷ്ടപ്പെട്ടു. നല്ല എന്റർടൈനിങ് തന്നെയായിരുന്നു. അപ്പോൾ പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.